ജീവൻ എന്ന് പറയുന്ന സിനിമയിലെ ക്യാരക്ടർ ഞാൻ എൻ്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനു, അതായത് ജീവൻ എന്ന് പറയുന്ന ആളുടെ അമ്മ വേഷമാണ് ചെയ്യുന്നത്. റിവ്യൂ കണ്ട ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾ നായകന്റെ അമ്മയാണോ നായികയുടെ അമ്മയാണോ എന്ന് ചോദിച്ചത്. വ്യത്യാസം മനസ്സിലാവില്ല. അപ്പം അതുപോലെ രണ്ടുപേരോടും ഒരേ ഇതാണ്. എല്ലാവരും തന്നെ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ അതിൽ ബാക്കിയുള്ള പിന്നണി പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ, അതിൻ്റെ ക്യാമറ അങ്ങനെ ഉള്ളവരൊക്കെ, സ്ക്രിപ്റ്റ് അല്ല എഡിറ്റിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ടാണ് ആക്ച്വലി മൂവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇത്രയും ബോണ്ടിങ് ഒന്നും ഒരിടത്തും ഇല്ല, ഇതാണ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഇറങ്ങരുത് എന്നൊക്കെ എന്നോട്. അങ്ങനെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് അംഗീകാരം കിട്ടേണ്ട സമയത്ത് കിട്ടാറുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പം സംടൈംസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ലാംഗ്വേജ് ഇതല്ലാത്ത, ഇപ്പം ഞാൻ ശ്വേതാ മാമിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ശ്വേതാ മാം നന്നായിട്ട് ഡബ് ചെയ്യുന്ന ആള് തന്നെയാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയിൽ നമുക്ക് മുന്നിലെത്താൻ പോകുന്ന ഒരാളാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നവോമി, ഞാൻ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ മൂവിയിലേക്ക്, അങ്ങനെയുള്ള പരിചയത്തിന്റെ പുറത്താണ് ഈ മൂവിയിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം മൂവികളുടെ ഒരു ബിഹൈൻഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ഇത്രയും കാലം എന്ന് പറയാൻ പറ്റൂല, ഞാനൊരു 2018 ശേഷമാണ് വന്നത് ഈ ഡബ്ബിങ്ങിലേക്ക് തന്നെ വന്നത്. അവഞ്ഞ് തുടങ്ങി എൻ്റെ തുടക്ക സമയത്ത് തന്നെ പെട്ടെന്ന് കോവിഡ് വന്നു, വീണ്ടും 2 വർഷത്തേക്ക് ഒരു ബ്രേക്ക് വന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു 2021 കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ, വളരെ ശിശുവാണ് ഡബ്ബിങ്ങിന്റെ ഫീൽഡിൽ, ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാണ്. ഏത് ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തത്? ഞാൻ മറ്റേ ശ്വേതാ മാമിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോളി ചിറയത്ത് എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരത്തേക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ചാർമിളയില്ലേ, ചാർമിള, പഴയ ചാർമിള ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവർക്കാണ് മെയിൻ ആയിട്ട്. പിന്നെ നമുക്ക് അധികം കിട്ടുന്നത് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും സ്വന്തം വോയിസ് ആണല്ലോ, അപ്പം മൂവിയിൽ ചെയ്യുന്നവർ, അഭിനയിക്കുന്നവർ തന്നെയാണ് എല്ലാ ശബ്ദവും കൊടുക്കുന്നത്. നമ്മൾക്കുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെയാണ് അറിയപ്പെടുന്ന ആക്ടേഴ്സിന്റെ ഒക്കെ ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ജീവൻ എന്ന സിനിമയുടെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ജീവൻ എന്ന് പറയുന്ന സിനിമയിലെ ക്യാരക്ടർ ഞാൻ എൻ്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനു, അതായത് ജീവൻ എന്ന് പറയുന്ന ആളുടെ അമ്മ വേഷമാണ് ചെയ്യുന്നത്. ആദ്യത്തെ റോളല്ലേ? അതെ, ഞാൻ ആദ്യം ഫസ്റ്റ് അമ്മ വേഷം കിട്ടി. അതെ, ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റേജിലൊക്കെ ചെറുതായിട്ടൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ, പരിചയമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഭയങ്കര ബോൾഡായ ഒരു അമ്മയാണോ, അതൊരു പാവം അമ്മയാണോ? ബോൾഡ്, അങ്ങനെ ഭയങ്കര ബോൾഡ് ആവേണ്ട ആവശ്യമൊന്നും അതിൻ്റെ അകത്ത് ഇല്ല. ആക്ച്വലി ഇതൊരു നല്ലൊരു അമ്മ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു അമ്മയാണ്. ഇപ്പം മരുമോളോടാണേലും സ്വന്തം, അത് റിവ്യൂ കണ്ട ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾ നായകന്റെ അമ്മയാണോ നായികയുടെ അമ്മയാണോ എന്ന് ചോദിച്ചത്. വ്യത്യാസം മനസ്സിലാവില്ല. അപ്പം അതുപോലെ രണ്ടുപേരോടും ഒരേ ഇതാണ്. അങ്ങനെ ഒരു ഫാമിലിയാണ്. നല്ലൊരു ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ഒരു അവസ്ഥയെക്കൂടെ കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് ഒരു കഥയായിട്ട് തോന്നിയത്. അപ്പൊ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലി ലവിങ്ങും ഇമോഷണൽ ആ ഒരു ബോണ്ടിങ്ങിലും ഈ സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ഇപ്പോൾ മാമിന്റെ ക്യാരക്ടറിനാണെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇമോഷണൽ ബോണ്ടിങ് നന്നായിട്ടുള്ള ഒരു ഇതാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താണ്? സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാം ഇഷ്ടം തന്നെയാണ്. നമുക്കത് സന്തോഷമാണ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം എൻ്റെ ആദ്യത്തെ മൂവിയാണ്, പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സിനിമയിലൂടെ ലൈക്ക് ഇപ്പൊ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണല്ലോ, അതല്ലാണ്ട് അഭിനയ രംഗത്തോട്ട് ഇനി ആക്റ്റീവ് ആവണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. വന്ന് നോക്കുന്നുണ്ട്, കിട്ടിയ നല്ല വേഷം കിട്ടിയ അത് തന്നെ. പിന്നെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻ എന്നെ വിളിക്കുമ്പോൾ എറണാകുളത്ത് തന്നെയായിരുന്നു ലൊക്കേഷൻ. എറണാകുളത്താന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്, പക്ഷെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ട് എറണാകുളത്ത് തന്നെയായിരുന്നു.
അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞ് പിന്നത്തെ കൊല്ലം ട്രിവാൻഡ്രം. എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു ബോണ്ടിങ്? എല്ലാവരും നല്ല അതെ നല്ല ഫാമിലി, എല്ലാവരും നല്ല. അത് എല്ലാവരും തന്നെ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ അതിൽ ബാക്കിയുള്ള പിന്നണി പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ, അതിൻ്റെ ക്യാമറ അങ്ങനെ ഉള്ളവരൊക്കെ, സ്ക്രിപ്റ്റ് അല്ല എഡിറ്റിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ടാണ് ആക്ച്വലി മൂവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇത്രയും ബോണ്ടിങ് ഒന്നും ഒരിടത്തും ഇല്ല, ഇതാണ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഇറങ്ങരുത് എന്നൊക്കെ എന്നോട് അങ്ങനെ അത്രയ്ക്ക് ബോണ്ടിങ് ആയിരുന്നു. എല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചോദിക്കണം, നമ്മളിപ്പോൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഈ ആക്ടേഴ്സ് അഭിനയിക്കുമ്പോൾ ആ ഒരു സൗണ്ട് വെച്ചിട്ട് ലിപ്സിംഗ് ഒക്കെ കറക്റ്റ് ആവണ്ടേ? അപ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ടാണ് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. കാരണം ഇൻ കേസ് ആക്ടേഴ്സിൻ്റെ ലിപ്സിംഗ് കറക്റ്റ് ആയില്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നേരിട്ട് അങ്ങനെ തീർച്ചയായിട്ടും. അയ്യോ, നമ്മൾ റിജക്ഷൻ ഒരുപാടുണ്ട്. അത് ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അതേമേ ഇപ്പോഴും വിഷമമില്ല എന്ന് പറയുന്നില്ല, വിഷമമുണ്ട്. നമുക്ക് വോയിസ് മാച്ചായില്ല, അല്ലെങ്കിൽ നമ്മുടെ ചില സമയത്തൊക്കെ നമ്മൾക്കൊരു കോൾഡോ അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ വോയിസിന് വൈബ്രേഷനോ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിയായില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമാണ്. പിന്നെ അത് ഇതിൻ്റെ ഒരു ഭാഗമാണെന്നങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഈവൻ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വരെ വോയിസ് മാച്ചാക്കുന്നില്ല എന്ന് പറയുന്ന അപ്പം നമ്മൾ ഈ മീറ്റിങ്ങിലൊക്കെ ചെന്നിരിക്കുമ്പോൾ അവർ തന്നെ പറയും, നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട, ഞങ്ങളിതിലും വലിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് ചെറുതാണെന്ന്. ഇപ്പൊ പൊതുവെ നമ്മൾ പറയല്ലോ, ഇപ്പൊ ഒരാളെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് കണ്ടു, നമ്മൾ വിശ്വസിക്കുക അതാണ് ആളുടെ സൗണ്ട് എന്നാണ്. പിന്നെ ശരിക്കും പിറകിൽ വേറൊരാളെ നമ്മൾ വാഴ്ത്തപ്പെടേണ്ട ഒരു വ്യക്തി ഉണ്ടെന്ന് പലപ്പോഴും അറിയാറില്ല. അപ്പൊ ശരിക്കും ഡബ്ബിങ് ആർട്ടിസ്റ്റിന് ഒരു അംഗീകാരം കിട്ടേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് അംഗീകാരം കിട്ടേണ്ട സമയത്ത് കിട്ടാറുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പം സംടൈംസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ലാംഗ്വേജ് ഇതല്ലാത്ത, ഇപ്പം ഞാൻ ശ്വേതാ മാമിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ശ്വേതാ മാം നന്നായിട്ട് ഡബ് ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷെ ആ ഒരു കുറച്ച് പോർഷനേ ഉള്ളൂ ആ സിനിമയിൽ, ഒരു കുറേ. അപ്പോൾ ആ സമയത്തേക്ക് വേണ്ടി ഒരു പക്ഷേ അവർക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്ലാങ്ങുകളായിരിക്കും അവർ ചിലപ്പോൾ ചില സ്ലാങ്ങുകളായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ശ്വേതാ മാമിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ഇതിന് സിനിമയിൽ വേണ്ട സ്ലാങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർ. ഇപ്പോൾ ജോളി ചെറിയെന്ന് പറഞ്ഞ ചേച്ചിയൊക്കെ നന്നായിട്ട് ഡബ് ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ചിലപ്പോൾ എത്താൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ലക്കിലി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. അല്ലെങ്കിൽ ശ്വേതമാമൊക്കെ തനിയെ ഡബ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ശ്വേതാമാമിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ഇമിറ്റേറ്റ് ചെയ്താൽ മതി, അതുപോലെ നന്നായിട്ട് എനിക്ക് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലയിടത്തെന്ന് പറയുമ്പോൾ അവർ പറയും, ഡയറക്ടർ പറയും അങ്ങനെ വേണ്ട, അവർ ചെയ്ത് വെച്ചേക്കണം, നിങ്ങളങ്ങ് കളഞ്ഞേരെ, നമുക്ക് വേറെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ കുറച്ച് പാടാണ്. പിന്നെ നമ്മൾ തന്നെ അഭിനയിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നി. കാരണം നമുക്ക് ആ സിറ്റുവേഷനും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് തന്നെ നന്നായിട്ട് അറിയാം, എന്താണ് അതിൻ്റെ ആ അവസ്ഥ എന്നുള്ള കാര്യത്തെപ്പറ്റി. ഇത് നമുക്ക് അവർ പറഞ്ഞു തരുന്നതാണ്, ആ ഒരു ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്നതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫുൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ കറക്റ്റായിട്ട് ഡബ് ചെയ്യാൻ പറ്റില്ല അന്നേരം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്വേതാ മാമിൻ്റെ ശബ്ദം ശ്വേതാ മാമിൻ്റെ ശബ്ദമല്ല, എൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ശ്വേതാ മാമിന് വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ആ സീൻ കണ്ട് ലിപ്പ് നോക്കി അതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് ശരിക്കും ഒരു ഡബിങ് ആർട്ടിസ്റ്റ് നല്ലൊരു ആക്ടറും കൂടിയല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ആ ഒരു ഇമോഷൻസ് നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണ്ടി സൗണ്ട് കൊടുക്കാൻ. അപ്പോൾ അത് ആ ഒരു ഇപ്പൊ ഈ ഡബിങ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ആ ഒരു ശീലത്തിൽ നിന്നാണ് ഈ അഭിനയം എന്നുള്ളൊരു ആഗ്രഹം വന്നതെന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു സ്ക്രീനില് ഈ സൗണ്ട് എടുക്കുമ്പോൾ എനിക്കും അഭിനയിക്കണം എന്നുള്ള അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ എനിക്ക്
പക്ഷെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, സത്യം. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ഇത് വന്നത്. ശരിക്കും ഒരു ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞപ്പോഴാണ് ആഗ്രഹം. അതെ, കറക്റ്റ്. അതിന് മുമ്പ് നമുക്ക് അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് പേടിയല്ല, നമുക്ക് ഓരോരോ നമ്മളിപ്പോ ഈ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ഫാമിലി പ്രയോറിറ്റി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഇത്രയും നാള് ശീലിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് വിട്ട് വേറൊരു സിനിമ പോലെയുള്ള ഒരു മേഖലയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി പിന്നിൽ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. കാരണം അന്ന് കുട്ടികളൊക്കെ ചെറുതായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും വിളിച്ചപ്പോഴും നല്ല മൂവിയിലൊക്കെ വിളിച്ചപ്പോഴൊന്നും പോകാൻ പറ്റിയില്ല. വന്നപ്പോ അതെ, നമ്മള് കയറി അങ്ങ് ചെയ്തു. അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയില്ല, നമ്മുടെ പ്രേക്ഷകരോട് പറയേണ്ടത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും സിനിമ കാണണം. വലിയ കഥ, അങ്ങനെ ഭയങ്കര സംഭവം അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഒരാളുടെ ജീവിതാനുഭവങ്ങൾ നന്നായിട്ട് അതിൻ്റെ അകത്ത് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഡയറക്ടർ പറഞ്ഞത് പുള്ളിയുടെ സ്വന്തം അനുഭവങ്ങളാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അതെ. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി കടന്നുപോയ അനുഭവങ്ങളാണ്, ശരിക്കും ആ അനുഭവങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. നമ്മളുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നതും നമുക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഹീറോ എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്ന കഥാപാത്രം. നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഒരിക്കലല്ല പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കഥാപാത്രം. ഇയാളല്ലേ ഇത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ജീവൻ. ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും അത്, ഞാൻ തന്നെ അങ്ങനെ തന്നെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു അനുഭവം, പിന്നെ അതിൽ കൂടി ഒരു മെസ്സേജ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരാളുടെ ജീവിതം മാറിമറിയുന്ന അവസ്ഥകളാണ് എൻ്റെ അകത്ത്. നന്നായിട്ട് ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥകൾ മാറിമറിയുന്ന ഒരു നമ്മളത് കണ്ടതിൻ്റെ അകത്ത് ഒരാളെങ്കിലും മാറിയാൽ അത്രയും സന്തോഷം. അതെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മാമിനാണെങ്കിലും ഇനി ഡബിങ് ആർട്ടിസ്റ്റിനപ്പുറം നല്ല ക്യാരക്ടേഴ്സ് ഭയങ്കര കുറവാണ്. അതിന് നടിയായിട്ട് ഞങ്ങളുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.